ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിക്കടുത്ത് കോനൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. 5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി അതിമനോഹരമായി പണി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ്. ഈ വീടിൻ്റെ മുന്നിലൂടെ വിശാലമായ ടൈൽ പാകി മനോഹരമാക്കിയിട്ടുള്ള ഏതൊരു വാഹനത്തിനും കടന്നു വരാൻ സാധിക്കുന്ന ഒരു റോഡാണ് കടന്നു പോകുന്നത്. ഈ വീടിൻ്റെ ചുറ്റിലും നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടം അവസാന ഘട്ടത്തിലാണ്. മുറ്റം ടൈൽ പാകി മനോഹരമാക്കാനുള്ളതാണ്. വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് വെൽ വാട്ടർ തന്നെയാണ്. ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുറ്റത്ത് 1-2 വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്തായി ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടിന് മുൻപിലായി ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ള 2 സ്റ്റെപ്പുകളുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് കിട്ടുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി വിശാലമായ ഒരു ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. വളരെ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഷെൽഫുകൾ നിർമ്മിക്കുന്നതിന് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം. ഇവിടെയായി ഒരു വാഷ്റൂം ഇവിടെ കിട്ടുന്നു. വിശാലമായ ഒരു കിച്ചനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ വർക്കുകളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കബോർഡ് വർക്കുകളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നേരെ ഒരു എൻട്രൻസ് വർക്ക് ഏരിയയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് പിൻഭാഗത്തേക്ക് പോകുന്നതിന് ഒരു എൻട്രൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുള്ളതും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. ഈ വീടിൻ്റെ വിശാലമായ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂമാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. ഇവിടെ നമുക്ക് വളരെ വിശാലമായ ഒരു ബാൽക്കണി ഇവിടെ കിട്ടുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ വീടിൻ്റെ മുറ്റവും റോഡും പരിസര പ്രദേശങ്ങളും പ്രകൃതിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നത്. ടെറസ് വർക്ക് ചെയ്താൽ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആക്കി മാറ്റാൻ കഴിയുന്ന വളരെ നല്ല ഒരു വിശാലമായ ഒരു ഓപ്പൺ ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും മറ്റും വയ്ക്കുന്നതിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളത്. പ്ലഗ് പോയിന്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ 99% വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ചില അല്ലറ ചില്ലറ ടൈൽ വർക്കുകളും നിസ്സാര വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. ചാലക്കുടി, കൊരട്ടി, കറുകുറ്റി, അപ്പോളോ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി ടൗൺ, മൂക്കന്നൂർ എന്നീ പ്രദേശങ്ങളിലേക്കെല്ലാം വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ദൂരമേ ഈ വീട്ടിൽ നിന്നുള്ളൂ. ഹൈവേയിലേക്ക് 2 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്ററും ചർച്ചിലേക്ക് 500 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 1.5 കിലോമീറ്ററും
കിൻഫ്രയിലേക്ക് 1.5 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. കൊരട്ടിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി ചർച്ചിലേക്ക് 3 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഓരോ വർക്കുകളും പുരോഗമിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.